ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ 7 ദിവസത്തേക്ക് പൂരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ലിയോ ആവിയുടെ ആദ്യത്തെ പൂരമാണ്. അപ്പോൾ നമ്മൾ സന്ധ്യയാകുമ്പോഴാണ് ഇവിടെ പൂവിടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുളിക്കണം, ഒന്ന് റെഡി ആവണം. ഇവൻ ഭയങ്കര വയലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവനെ കുളിപ്പിച്ച് നമ്മൾ റെഡിയായിട്ട് സന്ധ്യക്ക് പൂവിടുന്നത് കാണിച്ചു തരാം. പൂരം എന്ന് പറയുമ്പോൾ ചിലവർ വിചാരിക്കും ഉത്സവം, ആന അങ്ങനത്തെയൊക്കെയാണെന്ന് കേട്ടോ. അതൊന്നല്ല, നമ്മുടെ നാട്ടിൽ 7 ദിവസം പൂവൊക്കെ ഇട്ട് കാമനൊക്കെ ആക്കിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പൂരം ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് പൂവെല്ലാം പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് പൂ വളരെ കുറവേനും, എന്നാലും ഉള്ള പൂവെല്ലാം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ പൂവൊക്കെ പറിച്ച് വൈകുന്നേരം ഒരു വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൂവിടാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഞാൻ ചാച്ചോട്ടനെയും കൊണ്ട് പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി വിടുന്നുണ്ടായിട്ടില്ല. പിന്നെ വീട്ടിൻ്റെ മേലെ നമ്മളെ ഏട്ടൻ്റെ പിള്ളേരുണ്ടായിരുന്നു, അവർ വന്നിട്ടുണ്ടായിരുന്നു. ജടപ്പുവാണ് നമുക്ക് പൂരത്തിന് മെയിനായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പൂവിടാനുള്ള പരിപാടിയാണ്. അമ്മ ഇതാ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ട്. വിളക്ക് കത്തിച്ചിട്ട് അമ്മ വിളക്കെല്ലാം എടുത്തിട്ട് നമ്മൾ പുറത്ത് വന്നിട്ടാണ് പൂവിടുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പിള്ളേരെല്ലാം റെഡി ആയിട്ടുണ്ട്. ചച്ചോട്ടനും ഞാനും പിള്ളേരെല്ലാം കുളിച്ച് റെഡിയായി. അമ്മയും പിള്ളേരെല്ലാം കൂടിയിട്ട് ഇതാ വിളക്കെല്ലാം എടുത്തിട്ട് നമ്മൾ ആദ്യം 3 ദിവസം നമ്മൾ കിണറ്റിൻ്റെ അടുത്താണ് കേട്ടോ പൂവിടുന്നത്. തുടങ്ങുന്ന ദിവസവും പിന്നെ 2 ദിവസം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ദിവസത്തെ വീഡിയോ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ 2 ദിവസം ഇതേപോലെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അത് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഇത് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് കാമനിടുന്ന ദിവസം മുതലേ ഉള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പൂവെല്ലാം എടുത്തിട്ട് 3 പ്രാവശ്യം പലകേൻ്റെ മുകളിൽ ഇങ്ങനെ ഇടും. എന്നിട്ട് നമ്മൾ ഒരു പൂവെടുത്തിട്ട് അതിനിങ്ങനെ വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യും. അതൊരു ചടങ്ങാണ്, എല്ലാവർക്കും അറിയാമെന്ന് അറിഞ്ഞൂടാം. എന്നിട്ട് നമ്മൾ അരിയിലിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ചെയ്യുന്നത്. എല്ലാ ഈ 7 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ ഒറ്റ വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കൂടുതലെടുത്തിട്ട് ഞാൻ ഓവറാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് സന്ധ്യക്ക് പൂവെല്ലിട്ട് പൂവിന് വെള്ളമെല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ കണ്ണൂർ തന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇതുള്ളൂ കേട്ടോ, എല്ലായിടത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി അടുത്ത ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അങ്ങനെ ഇതാ 4ാമത്തെ നാൾ ആയിട്ടുണ്ട് പൂരത്തിൻ്റെ. അങ്ങനെ രാവിലെയായി. ഇനി നമ്മൾ കാമനയാക്കുന്നത് മണ്ണ് കൊണ്ടാണ് കേട്ടോ. പക്ഷേ ശരിക്കും പണ്ടല്ലേ നമ്മൾ കാമനയാക്കുന്നത് ചാണകത്തിനെ കൊണ്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചാണകമൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ മണ്ണിനെ കൊണ്ടാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഏട്ടത്തിയും കൂടിയിട്ട് കാമനയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ചച്ചൂട്ടൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഏട്ടത്തിൻ്റെ കൂടെ ഇത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കാമനയിലാക്കി 3 കാമനയാണ് കേട്ടോ നമ്മൾ ആക്കുന്നത്. ചിലവർ 5, 8 അങ്ങനെയൊക്കെ ആക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ പണ്ടേ 3 ആക്കുന്നത്. ചിലവർ ഇതിനിങ്ങനെ കൈയും പിന്നെ തലക്ക് ഇങ്ങനെ കുറച്ച് കിരീടമൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ ചില സമയത്ത് ആക്കും, ചില സമയത്ത് ആക്കൂല. പിന്നെ കുരുമുളകിൻ്റെ ഇലേൻ്റെ അകത്താണ് നമ്മൾ കാമനയാക്കിയിട്ട് മുറ്റത്ത് കൊണ്ടുപോയിട്ട് വെക്കുന്നത്. അങ്ങനെ ഏട്ടത്തി ആക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയിട്ട് കുരുമുളകിൻ്റെ വള്ളി ഇലയെല്ലാം പറിച്ചു കൊണ്ടുവന്ന് അപ്പോൾ അത് ഏട്ടത്തി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ആക്കി വെച്ചിട്ട് വേണം പോയിട്ട് കുളിച്ചെല്ലാം റെഡി ആയിട്ടാണ് നമ്മൾ പൂവെല്ലാം ഇടുന്നത് കേട്ടോ. ഏട്ടത്തി ഇങ്ങനെ കാമനയാക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയിട്ട് പൂ പറിക്കാമെന്ന് വിചാരിച്ചു. ആകെ ചെമ്പരത്തി മാത്രമേ നമുക്കില്ല കേട്ടോ. അങ്ങനെ ഉള്ള പൂവൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുളിച്ച് വന്നിട്ട് നമ്മൾ വീഡിയോ കാണിച്ചതാവേ. പൂരത്തിന് 4, 5, 6 നമ്മൾ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു ദിവസത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റത്തെയാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ നമ്മളങ്ങനെ കുളിച്ച് റെഡിയായി ഇനി വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. വിളക്കെല്ലാം കത്തിച്ചിട്ട് നേരെ നമ്മൾ പോയിട്ട് പൂവിടും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മളിതാ കാമനെല്ലാം മുറ്റത്ത് കൊണ്ടുവച്ച് വിളക്കും കിണ്ടിയും അരിയും പൂവെല്ലാം എടുത്തിട്ട് കാമൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ വിളക്കെല്ലാം എടുത്തിട്ട് പുറത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് കത്തിച്ചിട്ടാണ് പൂവെല്ലിടുന്നത്. പിറ്റേ ദിവസം മുതൽ നമ്മൾ അകത്ത് കത്തിച്ച് വെക്കലാണ്. കാമനെ പുറത്ത് കൊണ്ടുവച്ചിട്ട് പൂ മാത്രമാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ പൂവെല്ലിട്ട് കാമന 7 ദിവസം ദിവസം അങ്ങനത്തെ ഒന്നും കൂട്ടൂല. രാവിലെ എണീറ്റ് കുളിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ പൂടുന്ന സമയത്ത് ചച്ചൂട്ടനെ ഉറങ്ങലായിരുന്നു. എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി എണീറ്റിട്ട് വന്നത് കേട്ടോ. അങ്ങനെ ചച്ചൂട്ടനെ കൊണ്ട് കുറച്ച് നേരം കളിച്ച് ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പൂരത്തിൻ്റെ ലാസ്റ്റത്തെ ദിവസമാണ്, 7ാമത്തെ ദിവസം. അപ്പോൾ ഇന്ന് കുറച്ച് പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ഇത്രയും ദിവസം മുറ്റത്താണ് കാമന ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇറയത്താണ് ഇടാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് കാമന് വേണ്ടിയിട്ട് ഒരു കഞ്ഞിയെല്ലാം ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് കാമന് കൊണ്ടു കൊടുക്കും. രാവിലെ പൂട്ടതിന് ശേഷം കാമന് കൊടുക്കും.
പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പൂരത്തിൻ്റെ പ്രത്യേകതയാണ് അട എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരമാണ് അടയിലാക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇന്ന് സന്ധ്യ ആയതിനു ശേഷം നമ്മൾ കാമന തിരിച്ച് ഒരു പ്ലാവിൻ്റെ അവിടെ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പൂടാ നമുക്ക് പൂരത്തിൻ്റെ ഇത് ലാസ്റ്റ് ദിവസം നമ്മൾ അറിയത്താണ് കേട്ടോ കാമന ഇടുന്നത്. അപ്പോൾ നമ്മൾ പൂവെല്ലിട്ട് പിന്നെ കാമന് പ്ലാവിലിൻ്റെ അകത്ത് ചോറൊക്കെ കൊടുത്തു കേട്ടോ. ഇത് നമ്മളാക്കുന്നത് പണ്ട് നമുക്ക് അമ്മമ്മ എന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായത് ഈ പ്ലാവിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ആക്കാനാണ് അമ്മമ്മ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കാമനാക്കിയിട്ടുള്ള ചോറുണ്ട്, ഉപ്പൊന്നും ഇടാണ്ടാണ് കേട്ടോ നമ്മളതാക്കുന്നത്. ആ ചോറ് ഇതിനകത്തേക്ക് ആക്കിയിട്ട് നമ്മൾ എല്ലാ കാമൻ്റെ അടുത്തും അങ്ങ് കൊണ്ടുവച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി കൊണ്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ അടേൻ്റെ പരിപാടിയെല്ലാം നോക്കും കേട്ടോ. അച്ഛൻ രാവിലെ തന്നെ പോയിട്ട് കുറച്ച് ഉപ്പിലയെല്ലാം പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അടയാക്കുന്ന ആ ഒരു ഇല നമുക്ക് കിട്ടലൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഉപ്പിലയിലാണ് കേട്ടോ ആക്കുന്നത്. അങ്ങനെ അമ്മയും ഏട്ടത്തിയെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ എല്ലാ സംഭവം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടയെല്ലാം ആക്കിയിട്ട് നമ്മൾ അടുപ്പത്തൊക്കെ വെക്കും. എന്നിട്ട് നമ്മൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടയെല്ലാം എടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ, പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അട. അങ്ങനെ അടയെല്ലാം ആക്കി എല്ലാം ഇലയിലെല്ലാം കെട്ടി വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടിയും കൂടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ സന്ധ്യ ആയിട്ടാകുമ്പോൾ നമ്മൾ കാമനയിലെടുത്തിട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തുകൊല്ലാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ സന്ധ്യയായി നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് കാമന് നമ്മൾ ഉണ്ടാക്കിയ അപ്പവും ചോറൊക്കെ കൊടുത്ത് നമ്മൾ എല്ലാ കാമനയും കൂടി എടുത്തിട്ട് ഒരു പ്ലാവിൻ്റെ അവിടെ ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ പണ്ടേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പൂരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.